സുഹൃത്തുക്കളെ, രാഹുൽ അടിച്ചു, മോഡി സിമ്പിളായി തിരിച്ചടിച്ചു. ഒന്നുകൂടി പറഞ്ഞാൽ രാഹുൽ കൊടുത്ത ആയുധം വാങ്ങി തിരിച്ചടിച്ചു. ലോക്സഭയിലെ ഏറ്റവും അവസാനം നന്ദിപ്രമേയ ചർച്ചയിലുള്ള മറുപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വതസിദ്ധമായ ശൈലിയിൽ തിരിച്ചടിക്കുന്നു. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വരുന്നു, കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്നു. രാഹുലിൻ്റെ പേരൊന്നും എടുത്ത് പരാമർശിച്ചല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോ അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് രാഹുലിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. രാഹുൽ ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി വലിയ വാർത്തകളിൽ ഇടം നേടി. രാഹുൽ ഗാന്ധി എന്ന ഫോക്കസ് ഉണ്ടാക്കാൻ ഇന്നലെ കഴിഞ്ഞു. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ മുന്നണി ഗംഭീരമായി പെർഫോം ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇങ്ങനെ ഒന്ന് ശ്വാസം ഉയർത്തി നേരെ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച ഇന്നലെ കണ്ടു. നമ്മൾ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം, ഏറ്റവും ഈ നന്ദിപ്രമേയ ചർച്ചയിലുള്ള പ്രസംഗം കൂടി ചേർത്ത് വെച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസും നരേന്ദ്രമോദിയുടെ പെർഫോമൻസും വിലയിരുത്തുമെങ്കിൽ, നമ്മൾ ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ പലതും അതിൻ്റെ വസ്തുത, ഹിന്ദുത്വം അടക്കമുള്ള വിഷയങ്ങളിൽ BJPക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ തീർച്ചയായും BJP ഉദ്ദേശിച്ച് തന്നെ അദ്ദേഹം നടത്തിയ പരാമർശമാണ്. പക്ഷേ ഒന്ന് ചെറുതായി പാളിപ്പോയി എന്ന് പിന്നീട് നടന്ന പ്രതികരണങ്ങൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് BJP കൃത്യമായി ആ പരാമർശം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. രാഹുൽ ഗാന്ധി ഒരു ആയുധം ഉപയോഗിച്ച് വെട്ടാൻ ശ്രമിക്കുന്നു. അതേ ആയുധം വാങ്ങി തിരിച്ചു വെട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ പലപ്പോഴും പല പരാമർശങ്ങളും നടത്തുമ്പോൾ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ, ഒരല്പം ആവേശം കൂടിപ്പോയി പലതും ഉപയോഗിച്ചാൽ പലപ്പോഴും അത് തിരിച്ചടിയായി മാറും എന്നുള്ളതാണ്. ഹിന്ദുത്വ പരാമർശം അത് കൃത്യമായി BJP ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഹിന്ദുക്കൾ അക്രമകാരികളല്ല. കോൺഗ്രസ് സ്ഥിരമായി ഹിന്ദുക്കൾക്കെതിരെ പരാമർശം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, രാഹുൽ ഗാന്ധിയെ കുറച്ചുകൂടി നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ ശിവൻ്റെ ചിത്രം അല്ലെങ്കിൽ യേശുവിൻ്റെ ചിത്രം, അങ്ങനെ ഓരോ വിവിധ ഇസ്ലാം മത വിശ്വാസികളുടെ അടയാളങ്ങൾ അതൊക്കെ ഉയർത്തി കാട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇന്നലെ പല നിരീക്ഷകരടക്കം രാഹുൽ ഗാന്ധിയെ അനുകൂലിക്കുന്നവരടക്കം ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. മതം ഉപയോഗിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ഇന്നലെ വിലയിരുത്തിയ രാഹുൽ ഗാന്ധിയുടെ തന്ത്രം അതായിരുന്നു. മതം ഉപയോഗിച്ച് തന്നെ, ഹിന്ദുത്വം ഉപയോഗിച്ച് തന്നെ തിരിച്ചടിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യമായി കണിശതയോടെ ഉപയോഗിച്ചില്ല എങ്കിൽ തിരിച്ചടിക്കാൻ അതൊരായുധമായി മാറുമെന്നുള്ളത്. മോദി അത് തന്നെ ചെയ്തു. BJP രാജ്യവ്യാപകമായി അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മ വരുന്നത്, ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ പരാമർശം, ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് എല്ലാം കൊടുക്കും എന്ന് നടത്തിയ പരാമർശം ആ നിലയിലായിരുന്നു മലയാള മാധ്യമങ്ങൾ അടക്കം കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹം മൻമോഹൻ സിംഗ് 2015 പറഞ്ഞ പരാമർശം എടുത്തുകൊണ്ടാണ് അങ്ങനെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ മൻമോഹൻ സിംഗിനെ ആരും വാർത്തയിൽ ഉൾപ്പെടുത്തിയില്ല. കൃത്യമായി നരേന്ദ്രമോദിയുടെ കൈവിട്ടു പോയൊരു പരാമർശമായി അത് മാറി. അതുതന്നെയാണ് മോഡിയുടെ ഭാഗത്തു നിന്നും ഇടയ്ക്കും അത്തരം സംഭവങ്ങൾ ഉണ്ടാറുണ്ട്. അത് ഉപയോഗിച്ചു കോൺഗ്രസ് രാജ്യവ്യാപകമായി എന്നതാണ് പ്രത്യേകത. അങ്ങനെ പല പരാമർശങ്ങളും കൃത്യമായി ഉപയോഗിക്കപ്പെടും. അത് രാഷ്ട്രീയത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇന്നലെ നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചു അത് തന്നെയായിരുന്നു. ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് രാഹുൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് രാഹുലിനിട്ട് തന്നെ തിരിച്ചു കിട്ടി. പ്രത്യേകിച്ച് എന്തിനാണ് ദൈവങ്ങളുടെയൊക്കെ വിഷയങ്ങൾ കൊണ്ടുവന്നത്? ദൈവങ്ങളുടെ ചിത്രം പ്രദർശനത്തിനുള്ളതല്ല എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചു പറയുന്നത്. അത് ആരാധിക്കാനുള്ളതാണ്, അത് ദർശനത്തിനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചടിക്കുകയാണ്. അതായത് ഈ ദൈവങ്ങളെ ഒന്നും പാർലമെൻറ്റിൽ യഥാർത്ഥത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യവും യഥാർത്ഥത്തിൽ ഇല്ല എന്ന് ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി കൂടി കേൾക്കുമ്പോൾ തോന്നിപ്പോവുകയാണ്. അടിക്കാൻ ഇഷ്ടം പോലെ വിഷയങ്ങൾ, ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ടായിരുന്നു. നീറ്റ് പരീക്ഷ, മണിപ്പൂർ, അങ്ങനെ 100,000 വിഷയങ്ങൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉയർത്തുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഒക്കെ ഫോക്കസ് ഈ ഒരു വിഷയം വന്നപ്പോൾ അതിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഫലത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട വേരുകളുള്ളപ്പോൾ അത് സൂക്ഷിച്ചുപയോഗിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഇന്നത്തെ ഈ മറുപടി കൂടി ചേർത്ത് വെച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗവും വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഒരു ഓളം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. BJPക്ക് ഒരു വെല്ലുവിളിയാണ് തങ്ങൾ എന്നും ബോധ്യപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട്. അതിനുമപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോൾ ഹിന്ദുത്വത്തെ ഉപയോഗിച്ച് തിരിച്ചടിക്കുക എന്നാണ്
രാഹുൽ ഗാന്ധി ഉപയോഗിച്ച തന്ത്രമെങ്കിൽ വീണ്ടും വീണ്ടും കോൺഗ്രസിനെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ വലിയ വിജയശ്രീ ലാളിതരായിട്ടാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും അവിടെ നിൽക്കുന്നത്. അവിടെ കോൺഗ്രസിനെ കൃത്യമായി തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. നിങ്ങൾ ജയിച്ചത് 100-ൽ 93 എന്ന സീറ്റുകളിലല്ല, 543 ലോക്സഭാ സീറ്റുകളിൽ നിന്നാണ് 100 കടന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചടിക്കുന്നു. അതിന് തൊട്ട് മുൻപ് KC വേണുഗോപാലിൻ്റെ മറ്റും പരാമർശം, അദ്ദേഹത്തിൻ്റെ ആവേശം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കിരൺ റിജിജു, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ KC വേണുഗോപാൽ പറയുന്നത് കേട്ടാൽ തോന്നും ഇന്ത്യ മുന്നണിയാണ് ഇവിടെ അധികാരത്തിലെത്തിയത് എന്ന് തോന്നുമെന്ന്. അതായത് രാഹുൽ ഗാന്ധിയും കൂട്ടരും തോറ്റവർ തന്നെയാണ്, അധികാരം 3-ാം തവണയും തങ്ങളെ തന്നെയാണ് ജനം ഏൽപ്പിച്ചത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജയിച്ചിട്ടില്ല, ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മാധ്യമ വാർത്തകളും ബഹളത്തിനും അപ്പുറത്തേക്ക് നിങ്ങൾ തോറ്റു തന്നെയാണ് നിൽക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തോറ്റവരാണ്, അതായത് ബാലപരാമർശം നടത്തിക്കൊണ്ടാണ് തുടർച്ചയായി തോൽക്കുന്നവർ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിനെയൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞത്. തുടർച്ചയായി 3-ാം തവണയും തോറ്റുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതിനുമപ്പുറത്തേക്ക് ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന ഗുരുതരമായ ആരോപണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ കലാപമുണ്ടാക്കാൻ അത്തരം പ്രീണന രാഷ്ട്രീയം ഫലത്തിൽ തള്ളി എന്നുള്ളതാണ്. ഒരുപക്ഷെ ന്യൂനപക്ഷ പ്രീണനമൊക്കെ ഉദ്ദേശിച്ചാണ് കോൺഗ്രസ് നീക്കം നടത്തിയത്, അത് ജനം തള്ളി. മതസൗഹാർദ്ദത്തിന് വോട്ട് നൽകി ജനം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഒരു കൗതുകകരമായ സെൻറ്റൻസായി തോന്നി. കാരണം BJP എപ്പോഴും ഒരു വർഗീയ പാർട്ടി എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ വോട്ട് ചെയ്തത് മതസൗഹാർദ്ദത്തിനാണ് എന്നുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു എന്നുള്ളിടത്ത് കൃത്യമായൊരു കൗതുകം ബാക്കിയാണ്. ഒരു കാര്യം കൂടി മോദി പറഞ്ഞു വെക്കുന്നത്, കോൺഗ്രസിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നത്, കോൺഗ്രസ് ജയിച്ചത് മറ്റുള്ളവരുടെ, അതായത് പരാന്നഭോജികൾ, മറ്റുള്ളവരുടെ സഹായമുള്ളത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പലയിടത്തും ജയിച്ചത്, അല്ലാതുള്ള ഇടത്തെല്ലാം കോൺഗ്രസ് തോൽക്കുന്ന അല്ലെങ്കിൽ വളരെ പിന്നിലായി പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചതെന്നുകൂടി മോദി പറയുന്നു. എന്തായാലും ഇതാണ് നമ്മുടെ ലോക്സഭയുടെ ഒരു ഭംഗിയെന്ന് തന്നെ പറയേണ്ടി വരും. ഇരുവിഭാഗവും കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ പറയുന്നു. പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി ബഹളം വെക്കാനൊക്കെ പലതവണ ശ്രമിച്ചു. 2 തവണ മോദിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി. അപ്പോൾ 5 കൊല്ലം ബഹളം വെക്കാൻ വേണ്ടിയാണ് നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നതടക്കം പരിഹാസങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തായാലും ഒരു വിഷയം വരുന്നു, അതിന് തിരിച്ചടി നൽകാൻ സർക്കാരിനും തയ്യാറാകുന്നു. അതായത് അടിക്ക് തിരിച്ചടി എന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വരും ദിവസത്തെ കാഴ്ചകളും അതുതന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും രാഹുൽ അടിച്ചെങ്കിൽ മോദി തിരിച്ചടിച്ചു എന്ന് തന്നെ വിലയിരുത്തുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വീണ്ടും വരാം. നന്ദി.